ഒരു കാട്ടവരാത സിനിമ. ഞാൻ ആദിപുരുഷനെ റെസ്റ്റ് ചെയ്യാം. ഇനി കുറച്ചു കാലം കണ്ണപ്പ ഭരിക്കും. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ. ഇത് 200 കോടിയൊക്കെ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ. 50 കോടി ഇത് അടിക്കൂല. ഇമാതിരി പടങ്ങൾക്ക് തല വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. 15 മിനിറ്റേ ഉള്ളൂ പുള്ളിക്കാരൻ, പക്ഷേ 3 മണിക്കൂർ അവരാധം. ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ് വമ്പം കത്തി. ഇത് ഒരാഴ്ചയൊക്കെ ഓടുള്ളൂ ഇവിടെയൊക്കെ. ദൈവങ്ങളെ വെച്ച് ഭക്തി മുതലെടുത്ത് ഇതേപോലെ കാട്ടവരാതെ ഇറക്കി വിടുന്നത് നാട്ടുകാർ. ഞാൻ പറയുമ്പോണ്ടല്ലോ, ശിവസേനയ്ക്ക് കേസ് കൊടുക്കണം അമ്മമാർക്കെതിരെ. മൊത്തത്തില് മോശം. ഇല്ല അത് കിട്ടൂല. ബാക്കിയുള്ളവർ ഊക്ക് മേടിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ഇപ്രാവശ്യത്തെ അഭിനയം? കഴിഞ്ഞ പ്രാവശ്യത്തേലും കലക്കി. ആ വീഴ്ച കഴിഞ്ഞൊരു പെടച്ചിലും കൂടി ആവായിരുന്നു. അതും കൂടി ഇടണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും എന്റെ പെടലി വെട്ടിയിടാ. എന്നിട്ട് കണ്ണപ്പ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ തിന്നാ വിശക്കണാടാ, വയ്യേടാ അണക്ക്. കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. സത്യം 160 രൂപ വെറുതെ പോയി. സീരിയൽ എടുത്ത പോലെ ഉണ്ട്. സീരിയൽ ഇതിനെക്കാട്ടിലും ഭേദമാണ്. സീരിയൽ ഇതിനെക്കാട്ടും ഭേദമില്ല. അത് നീ മനസ്സിൽ പോലും ചിന്തിക്കരുത്. എന്നെ വേണമെങ്കിൽ കൊന്നി കാലി താത്തിക്കോ, അത് ഞാൻ ക്ഷമിച്ചിരിക്കും. ലാലേട്ടനെ വെറുതെ നല്ല ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. സീരിയൽ ലെവൽ മേക്കിംഗ് സീരിയൽ ഇതിനെക്കാട്ടി ഭേദമാണ് കേട്ടോ. പ്രൊഡ്യൂസർ ഒരുത്തണ്ട്, എന്റെ പൊന്നു ഓനാണിതിൽ. മോഹൻ ബാബു സിനിമ കണ്ടിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ശിവൻ കോപിക്കുന്നു പറഞ്ഞ ശിവൻ തൃശ്ശൂലത്ത് കയറ്റൂടാ, എന്നെ പിന്നോമ്പുറത്ത് കൂടി കയറ്റൂടാ. കാല് പിടിച്ചു പറയണം ലാലേട്ടനോട്. ഇത്തരം സിനിമകളിലൊന്നും ഇങ്ങനെ പോയി അഭിനയിക്കും. കാണാണ്ടിരിക്കാണ് പെട്ടെന്ന് പറഞ്ഞു. വെറുതെ ഒരു ടിക്കറ്റ് 200 രൂപയും പോയി. എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണാൻ, ഞാൻ കണ്ടോട്ടെ. വേണ്ട കാർത്തികേയ, കാണാനൊന്നും നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരക്കാൻ മൂഞ്ചി, തേങ്ങയും മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി. അല്ല ഞാനെന്തിനു പറയാ? അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ആഹാ, അങ്ങനെ പോയാലോ? ഞാൻ നിന്നെ 1 മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക.